അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. കുടുംബബന്ധത്തിന്റെ പ്രാധാന്യവും അതേപോലെ തന്നെ ബന്ധങ്ങളുടെ അതിർവരമ്പുകളെ കുറിച്ചും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കുടുംബാംഗങ്ങൾ പരസ്പരം ഒരുമ കാണിക്കുന്നതും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നതും നല്ല വീടിന്റെ ലക്ഷണമാണ്. കുടുംബബന്ധം പോലെ തന്നെ പവിത്രമാണ് അയൽവാസികളുമായിട്ടുള്ള ബന്ധവും. അയൽവാസികളായിട്ടുള്ള ബന്ധത്തിൽ കുടുംബബന്ധം പോലെ അവർക്ക് സ്വത്തവകാശത്തിൽ പോലും അർഹത ഉണ്ടായിരിക്കുമോ എന്ന് അത്രയും സൂക്ഷ്മത പുലർത്തേണ്ട, അത്രയും അതിന്റെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് സ്വത്തവകാശം വരെ അർഹതപ്പെട്ടു പോകുമാറ് അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ തീവ്രത കാത്തു സൂക്ഷിക്കണം എന്ന്. വീട്ടിനകത്ത് ചെല്ലുമ്പോൾ വീട്ടിനകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞു പോവുക. അതേപോലെ തന്നെ ഇഫ്താർ, വിവാഹം, മാതാപിതാക്കള്, മറ്റു കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ആണ്ട് തുടങ്ങിയ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലീമത്ത്, സദ്യ, ഇഫ്താറിന് അതിൻ്റെതായ വിരുന്നുകൾ, ഭക്ഷണം ഒരുക്കുക, ആണ്ടിന് അതിൻ്റെതായ ഭക്ഷണം ഒരുക്കുക തുടങ്ങിയ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ സംഘടിപ്പിക്കുക. നമ്മുടെ ഭവനങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യ വർഷത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വീട്ടിലെ ഏറ്റവും ആത്മീയതയിൽ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീട്ടിലുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടത്. സ്വന്തം ഉമ്മ, ഉപ്പ, സഹോദരന്മാർ എന്നിവരൊന്നും അന്യരല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ തൊട്ടുകൊണ്ട് ഒതു മുറിയുകയില്ല. അവരുടെ സദസ്സുകളിൽ നിങ്ങൾക്ക് യഥേഷ്ട സംസാരത്തിനും സമ്പർക്കത്തിനും ഒക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഭർത്താവിന്റെ വീട്ടിൽ സ്ത്രീ അന്യയാണെങ്കിലും ഭർത്താവിന്റെ ഉപ്പയെ തൊട്ടാൽ ഒതു മുറിയുകയില്ല. ഭർത്തൃ സഹോദരന്മാർ തീർത്തും അന്യരായതിനാൽ അവരുമായുള്ള ഒരു ഇടകലരിലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഭർത്താവിന്റെ കുടുംബത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. കുടുംബ ഭദ്രതയ്ക്ക് അനിവാര്യമായതിനാൽ ബന്ധങ്ങൾ ഊഷ്മളമാവാൻ ഭർത്താവിന്റെ കുടുംബത്തെയും സ്വന്തം കുടുംബത്തെ പോലെ കാണുകയും വേണം. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അവർ കുടുംബബന്ധം നിലനിർത്തട്ടെ എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട്. കുടുംബബന്ധം തകർത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആര് കുടുംബബന്ധം വിച്ഛേദിച്ചുവോ പിന്നീട് അവന്റെ നന്മകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവാവ് അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് തന്റെ അമ്മായിയോട് പൊരുത്തപ്പെടിച്ച സംഭവം ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുടുംബബന്ധം മുറിച്ചവരുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവില്ല എന്നാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഖുർആൻ 13-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നു, അള്ളാഹുവിനോടുള്ള കരാർ ഉറപ്പിച്ച ശേഷം ലംഘിക്കുകയും അവൻ കൂട്ടിയിണക്കാൻ കൽപ്പിച്ചവയെ അറുത്തുമാറ്റുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് ശാപം, അവർക്കുണ്ടാകുന്നത് ഏറ്റവും ചീത്തയായ പാർപ്പിടമാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഖുർആൻ. അപ്പോൾ കുടുംബബന്ധം സൂക്ഷിക്കുക, പുലർത്തുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെരുന്നാൾ പോലത്തെ നല്ല സുദിനങ്ങളിലൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ പോയി സന്ദർശിക്കേണ്ടതും അയൽവാസികളുമായിട്ട് നല്ല നിലയിൽ മതസ്ഥരാണെങ്കിൽ പോലും അവരോട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യേണ്ടതാണ്. സഹോദര മതസ്ഥരാകുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ പിന്നെ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ഏത് അടുത്ത വീടുകളിലൊക്കെ അയൽവാസികൾ എന്ന് പറയുമ്പോൾ അപ്പുറം 4 ഭാഗത്തും 7 വീടുകൾ വരെ വരുന്നെന്നും 40 വീട് വരെ വരുന്നെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയർ നിറച്ചുണ്ടെന്നവൻ നമ്മിൽപ്പെട്ടവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കണം. അപ്പോൾ അവിടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ അവിടെയൊക്കെ പട്ടിണിയില്ല എന്ന് ഉറപ്പുവരുത്തുകയും നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ല് അവിടെ പട്ടിണി കിടക്കുന്ന വീട്ടിലെ കുട്ടികൾ മണക്കുവാൻ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലും വലിയൊരു ശാപം നമുക്ക് വരാനില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീടിനകത്തെ കുടുംബ ബന്ധങ്ങളെ, ജ്യേഷ്ഠനും അനുജനും ഒരുമിച്ച് കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുമ്പോഴും അടുത്തടുത്ത വീടുകളിലായിട്ട് താമസിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെയൊക്കെ ഹലാലും ഹറാമും വേർതിരിച്ച് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ കസിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ സഹോദരന്റെ
മക്കളുടെയും സഹോദരി സഹോദരന്മാരുടെ ആൺ പെൺ മക്കളുമൊക്കെ ഒരുമിച്ച് കൂടിച്ചേരുകയും യാത്രകളും വിനോദങ്ങളും ഒക്കെ വ്യാപകമായിട്ട് നടക്കുന്നു. ഇതൊക്കെ തികച്ചും ഹറാമ് തന്നെയാണ്. ഹറാമിനെ ഹറാമായിട്ട് കാണാൻ തന്നെ നമുക്ക് കഴിയണം. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുക. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. അമ്മായിമാര്, മാതൃ സഹോദരന്മാർ തുടങ്ങിയവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കണം. ഇവരെയൊക്കെ പരസ്പരം സഹായിക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും ചെയ്യണം. അഭിപ്രായ വ്യത്യാസങ്ങളിൽ ക്ഷമയും വിട്ടുവീഴ്ചയും കാണിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കുടുംബങ്ങളിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുണ്ടാകുമ്പോൾ അതിന് മൂർച്ച കൂട്ടുന്നതിന് പകരം അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി അവിടെയൊക്കെ ഇടപെട്ട് അതിനെ പരിഹരിക്കുക. നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. കുടുംബങ്ങളെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും തെറ്റായ മാർഗങ്ങൾ തിരുത്തുകയും ചെയ്യുക. കുടുംബത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ സംരക്ഷിച്ചതുപോലെ അവന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഏത് പ്രായമായി കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. പലപ്പോഴും പലരും പറയാറുണ്ട്, വൃദ്ധസദനങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഒരു വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചു നോക്കിയാലും അവിടെ മുസ്ലിങ്ങളെ കാണാറില്ല എന്ന് പലരും പ്രസംഗിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മുടെ ഇസ്ലാമികമായ പാഠങ്ങളാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന തിരിച്ചറിവാണ് ഇതിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്നത്. എന്നാൽ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ വീടകങ്ങൾ തന്നെ വൃദ്ധസദനങ്ങളായി മാറുന്നു എന്ന് സംശയമുണ്ട്. വീടുകൾ ഉണ്ടാക്കുന്നു, ഉമ്മയും പാപ്പയും നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. നമ്മുടെ ഉമ്മയെയും ഉപ്പയും ആ വീട്ടിൽ താമസിപ്പിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന് ജോലി അവിടത്തേക്ക് കുടുംബങ്ങളെ ഫാമിലിയായി ഭാര്യയെ കൊണ്ടുപോകുന്നു, മക്കളെ കൊണ്ടുപോകുന്നു. മക്കളുടെ പഠനമൊക്കെ അവിടത്തേക്ക് മാറുന്നു. പിന്നീട് വീട്ടിലുള്ളത് വലിയൊരു വീട്ടിൽ കുറെ റൂമുകളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട്ടിൽ ഉമ്മയും ഉപ്പയും മാത്രം. സത്യത്തിൽ ഇതൊരു വൃദ്ധസദനമായി മാറുകയല്ലേ. അവിടെ താമസിക്കാൻ അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഫാമിലി ആയിട്ട് മാറിക്കുന്നത്. അവർക്ക് മാനസികമായ സന്തോഷം കിട്ടണമെങ്കിൽ അവർക്ക് ഈ പേരക്കുട്ടികളോടൊത്തൊക്കെ ജീവിക്കണ്ടേ. അതിനുള്ള സൗകര്യങ്ങളൊന്നും കാണുന്നില്ല. എപ്പോഴെങ്കിലും പോയിട്ട് കുറച്ചു കാലം താമസിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. സ്ഥിരമായിട്ട് മറ്റു ആവശ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചിലപ്പം ഭാര്യയ്ക്കും ജോലി ഉണ്ടാവാം. അങ്ങനത്തെ സാഹചര്യങ്ങളല്ലാതെ പൂർണ്ണമായിട്ടും മാതാപിതാക്കളെ മാറ്റി നിർത്തിയിട്ടുള്ള ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സഗൗരവം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്നേഹം, പിന്തുണ, ഇസ്ലാമിക മൂല്യങ്ങൾ ഒക്കെ വീടിനകത്ത് വളർത്തിയെടുക്കണം. കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട വഴികൾ: 1. ഫലപ്രദമായ ആശയവിനിമയം നടത്തുക. 2. ഒരുമിച്ച് ഗുണനിലവാരമുള്ള സമയങ്ങൾ ചെലവഴിക്കുക. നിങ്ങളുടെ ഏറ്റവും ഉത്തമർ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണെന്ന വിശ്വാസങ്ങളുടെ ഗുണപാഠം സന്ദേശം ഓർമ്മിക്കുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക. ചെറിയ വീടുകൾ ഒരുമിച്ച് ചേർന്നിട്ട് മജ്ലിസ് നൂർ പോലത്തെ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുക. ചെറിയ ചെറിയ വിനോദയാത്രകൾ, സിയാറത്ത് യാത്രകളൊക്കെ സംഘടിപ്പിക്കുക. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുക. വീട്ടുജോലിക്ക് അന്യോന്യം അടുത്ത കുടുംബ ബന്ധങ്ങളുള്ള വീടുകളിലൊക്കെ സഹായിക്കുക. വീടുകളിൽ തന്നെ സഹായങ്ങൾ നൽകുക. അഭിനന്ദനങ്ങൾ നൽകുക. വീട്ടിലെയും അടുത്ത നമ്മുടെ ഭർത്തൃ കുടുംബത്തിലെ സഹോദരന്മാരുടെ മക്കളുടെയൊക്കെ വിജയങ്ങളിലൊക്കെ അഭിനന്ദനങ്ങൾ നൽകുക, പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ വാദപ്രതിവാദങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ സ്വാഭാവികമാണ്. അതൊക്കെ പക സൂക്ഷിക്കുന്നത് പോലെ അവസ്ഥയിലേക്ക് മാറാതെ ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും എല്ലാവരെയും പ്രേരിപ്പിക്കുക. അങ്ങനെ പരസ്പര ബഹുമാനത്തോടുകൂടി, പരസ്പര വിശ്വാസത്തോടുകൂടി കുടുംബ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. കുടുംബത്തിനകത്തുള്ള ഹറാമായ ബന്ധങ്ങളെ ഹറാമായിട്ട് തന്നെ കാണാനും സൂക്ഷ്മത പുലർത്താനും ആൺ പെൺകുട്ടികൾ ഇടകലരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രത്യേകം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ. നല്ല കുടുംബബന്ധം പുലർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.